ചേച്ചി ഇതിലൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ ലൈഫിലെ ഫോർച്യൂൺ തന്നെ നിശ്ചയിക്കും. അതറിയോ? അങ്ങനെയൊക്കെ ഉണ്ടോ? എന്റെ ചേച്ചി ഒരു കഫേ തുടങ്ങി വെച്ചോണ്ട് മാത്രം കാര്യമൊന്നുമില്ല. അതിന്റെ അകത്ത് ഇന്റീരിയേഴ്സ് ഒക്കെ കുറെ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഗ്രീനറി ഒക്കെ ഉണ്ടാക്കി വെച്ച എന്ത് രസാ. ഹായ്, ആവശ്യത്തിനകത്തില്ലേടാ, അത് പോരെ. അത് പോരാ ചേച്ചിക്ക് അറിയോ, ഇവിടെ ഒരു പ്രത്യേക തരം ചെടിയുണ്ട്. അത് വെച്ചാലേ ക്യാഷ് ഇങ്ങനെ അട്രാക്ട് ചെയ്യും. ഷോപ്പിൽ ആളില്ലെങ്കിലും വരുമോ? അങ്ങനെയല്ല, ആളുകൾ വരണം. എന്റെ ചേച്ചി ഇതിലൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. ചേച്ചിയുടെ നല്ലതിനല്ലാണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമോ ചേച്ചീനെ? അതില്ല. കാണില്ലല്ലോ. ആരേടി മോളെ? അല്ല, ആ ചെടി കാണുന്നില്ലല്ലോ. ഹായ്. എന്താണ് ഇന്നലെ കൊണ്ടുപോയതൊക്കെ ഓക്കെ അല്ലേ? അത് കുഴപ്പമൊന്നുമില്ല, സൂപ്പർ. ഓക്കെ, ഇന്നെന്താ വേണ്ടേ? ഇന്നോ? ഇത് പ്രീതി ചേച്ചി, ഞങ്ങളുടെ സ്വന്തം ചേച്ചിയാ. ഇവിടെ ഒരു കഫേ നടത്തുന്നുണ്ട്. ചേച്ചി കൊറേ നാളായി അതിന്റെ അകത്ത് നല്ല പ്ലാൻസ് ഒക്കെ വേണമെന്ന് പറയുന്നു. അപ്പൊ ഞാൻ ഒന്നും നോക്കില്ല, നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. നല്ല ചേച്ചി ആണോ? അല്ലേ? ആണ്. അതെ അതെ. മോന്റെ പേരെന്താ? അർണോൾഡ്. അതെ, ഇവള് പറഞ്ഞല്ലോ ഇവിടെ ഒരു ചെടി ഉണ്ടെന്ന്. അതുകൊണ്ട് വെച്ച് ഇങ്ങനെ പൈസ ഒഴുകി വരുന്നു. അതേത് ചെടിയാ മോനെ? അങ്ങനെ ഒരു ചെടിയില്ലേ ചേച്ചി, നമ്മുടെ നാട്ടിൽ ഈ മണി പ്ലാന്റ്സിനാണ് ആൾക്കാർ അങ്ങനെയൊക്കെ പറയാറ്. അത് കാശൊന്നും കൂടി തരില്ല. വീടുകളിൽ നമ്മൾ ചെടികൾ വെച്ചാൽ നമ്മുടെ മുറികളിലേക്ക് കൂടുതൽ ഓക്സിജൻ സപ്ലൈ കിട്ടും. നല്ല ശുദ്ധമായ ഓക്സിജൻ ശ്വസിച്ചാൽ നമ്മൾ മനുഷ്യർക്ക് കൂടുതൽ എനർജി കിട്ടും, കൂടുതൽ ചിന്താശക്തി കിട്ടും. അതൊക്കെയാണ് അതിൻ്റെ ഒരു സയൻസ്. അത്രേ ഉള്ളൂ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും ഞാൻ ഇവിടം വരെ വന്നതല്ലേ, മോൻ ചേച്ചിക്ക് കുറച്ച് പ്ലാൻസ് ഒക്കെ സജസ്റ്റ് ചെയ്ത്. സിങ്ക്രോണിയ മണി പ്ലാന്റ് സെക്യുലൻസ്, അതാണ് ഇവിടുത്തെ പോപ്പുലർ അല്ലേ? അതെ അതെ. ചേച്ചി ഇഷ്ടമുള്ളത് നോക്കിയോളൂ, വീട്ടിൽ വെക്കാം. കഫേയിലേക്കുള്ളത് ഞാൻ വന്നിട്ട് നോക്കാം, നമുക്ക് പ്ലാൻ ചെയ്യാം. അത് ചുമ്മാ അങ്ങനെ കൊണ്ടുവെക്കാൻ പറ്റില്ല, അതിനൊക്കെ ഒരു ശാസ്ത്രമുണ്ട്. നോക്കിയോളൂ. ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് കാണട്ടെ. ശരി ശരി. ചേച്ചീനെ കുറെ കഷ്ടപ്പെടുത്തിയിട്ട് ഞാനിട്ട് കൊണ്ടു. കഷ്ടപ്പെടുത്തുന്ന പണ്ടുമാരിലുള്ള ശീലമാണല്ലോ. ഇതെങ്ങനെയാ വീട്ടിലുണ്ടാക്കി വെക്കുക? അയ്യോ ഇവിടെ പൊടി. അയ്യോ ഇവിടെ. അപ്പൊ ഇത് അത് ഈ കയറുകൊണ്ട് ഇങ്ങനെ ടൈറ്റ് ആക്കി മോളിൽ നിന്ന് ഹാങ് ചെയ്ത്. ലക്കി, എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. എന്താ മീനു? എനിക്ക് കുറെ വർക്ക് ചെയ്ത് തീർക്കാണ്ട്. പിന്നെ സംസാരിച്ചാൽ മതിയോ? ഇല്ല, എനിക്ക് ഇപ്പൊ ചോദിക്കണം. എന്താ? ഇന്നലെ നീ വീണ്ടും എറണാകുളത്തെ കടയിൽ പോയിണ്ടായിരുന്നു അല്ലേ? ഞാനോ? ഇല്ലല്ലോ. നീ ഇന്നലെ പ്രീതി ചേച്ചി കൊണ്ട് അവിടെ വരെ പോയിണ്ടായിരുന്നില്ലേ? അത് ഞങ്ങൾ അതിലെ പോയപ്പോ കേറിയതാ വെറുതെ. എന്തിനാടി നോണ പറയണേ? പ്രീതി ചേച്ചി ഞാൻ ഇപ്പനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ട് എന്റെ തൊലി ഉരിഞ്ഞുപോയി. അതിന് തൊലി ഉരിയാൻ മാത്രം അവിടെ ഒന്നും നടന്നില്ലല്ലോ. ഒന്നും നടന്നില്ലെങ്കിൽ പിന്നെ എന്തിനാടി നീ എന്നോട് നോണ പറയണേ? ആ പാവം ചേച്ചിയെ പറ്റിച്ച് അവിടെ വരെ കൊണ്ടുപോയേ. ഞാൻ ആരും പറ്റിച്ചിട്ടൊന്നുമില്ല. ചേച്ചിയുടെ കഫേയിലേക്ക് കുറച്ച് പ്ലാൻസ് വേണമെന്ന് പറഞ്ഞപ്പോ കൊണ്ടുപോയതാ. നീ എന്തിനാ ലക്കി എപ്പോ നോക്കിയാലും അവിടെ പോയി പുഷ്പിക്കണേ? അവ നിന്നെ മൈൻഡ് പോലും ചെയ്യണില്ലല്ലോ പെണ്ണുങ്ങളുടെ പേര് കളയാൻ വേണ്ടിട്ട്. എന്നാ ഞാൻ പോണില്ല. ഞാൻ പോണ്ടെന്നല്ല പറഞ്ഞത്, നമുക്കറിയില്ല അവൻ നിന്നെ എങ്ങനെയാ കാണുന്നേന്ന്. ചിലപ്പോ അവൻ നിന്നെ പഴയ സ്റ്റുഡന്റ് ആയിട്ടാണ് കാണുന്നത്. ഉണ്ടല്ലോ. ലക്കിക്ക് ഒരു കൊറിയർ ഉണ്ട്. കൊറിയറോ? ആരായിരിക്കും? വല്ല ബിലേറ്റഡ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരിക്കും. പിന്നെ ജിൻഡ ഇവിടെ ഇപ്പുറത്തിരിക്കണം. അവൻ എന്തിനാ കൊറിയർ ചെയ്യേണ്ട ആവശ്യം? ചിന്തമായിരിക്കില്ല. ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇതെന്തത്? നേരിട്ട് പറയാൻ പേടിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹസം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാച്ചുകളാം, കൊല്ലരുത്. അർണോൾഡ്. Oh my God. The way you make me feel. The way you make me feel. ഡി സോങ് മാറിപ്പോയി. വലിയ ജാടിയൊന്നും വേണ്ടാട്ടെ, നമുക്കുണ്ട് ബോയ് ഫ്രണ്ട്. പടപ്പടി നിനക്ക് കിട്ടൂടാ ഗേൾ ഫ്രണ്ടിനെ. വിഷമിക്കണ്ടാട്ടാ. എനിക്ക് വിഷമമൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. അന്ന് നിനക്ക് ഗേൾ ഫ്രണ്ടിനെ കിട്ടിയാല് പക്ഷെ നമ്മൾ റിസ്ക് എടുക്കണ്ടേ? നമ്മുടെ പ്രോഡക്റ്റിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കണം. അതല്ല ഹീറോയിസം. നീ എന്തെങ്കിലും പറഞ്ഞപ്പോ? നീ എന്തെങ്കിലും പറഞ്ഞോന്ന്? ഞങ്ങള് ഫ്രണ്ട്സ് അവരിങ്ങനെ സംസാരിച്ചിരിക്കായിരുന്നു.
നീ ഇവരോട് കൊണ്ടുവച്ച് നന്നായി. പകലെനിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാനൊക്കെ ഒരു കൂട്ടായാലും. നമുക്കും ഉണ്ട് മിണ്ടാനും പറയാനും ആൾക്കാരും. ചേട്ടാ കണ്ടോ, എക്സ്ട്രാ മസിൽ പിടുത്തക്കാരുടെ ഉള്ളിലും ഒരു സ്മോൾ ബേർഡ് ഉണ്ടാവും. ഏത് പൈങ്കിളി, അത് ഒളിച്ചിരിപ്പുണ്ടാവും. അവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പ്രേക്ഷകർ. ചേട്ടൻ്റെ പടം പ്രൊഡ്യൂസ് ചെയ്യോ? എന്താ ചെയ്യാൻ ചെയ്യില്ലേ?